ഗ്രീൻ സിഗ്നൽ തെളിയും. പഞ്ചസാരയില്ല, കലോറിയില്ല. അപ്പോൾ പിന്നെ എത്ര കുടിച്ചാലും കുഴപ്പമില്ലല്ലോ. സത്യത്തിൽ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു അത്ഭുത ലോകത്താണ് ഇതിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഗട്ട് മൈക്രോബയോമിൽ. എന്താണ് ഈ ഗട്ട് മൈക്രോബയോം? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കുടലിനുള്ളിലെ ഒരു വലിയ സാമ്രാജ്യം. 100 ട്രില്യൺ ബാക്ടീരിയകൾ, ആയിരക്കണക്കിന് വ്യത്യസ്ത ഇനങ്ങൾ, സ്പീഷീസ്. ദഹനം, പ്രതിരോധശേഷി, ഹോർമോണുകൾ, മൂഡ്, കൊഴുപ്പ് സംഭരണം എല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ്. സീറോ ഷുഗർ ഡ്രിങ്ക്സിലെ രഹസ്യം. ഇതിൽ പഞ്ചസാരയില്ല എന്നത് ശരിയാണ്. പകരം മധുരം നൽകുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ്. ആസ്പാർട്ടേം, സുക്രാലോസ്, സാക്കറിൻ. ശരീരം ഇവയെ ഊർജ്ജമായി മാറ്റുന്നില്ല. പക്ഷേ ഇവ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളുമായി നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്നു. ഇതൊരു വെറും തിയറിയല്ല, ശാസ്ത്രം തെളിയിച്ചതാണ്. എന്താണ് ശാസ്ത്രം പറയുന്നത്? നേച്ചർ ജേണൽ 2014 ഇസ്രയേലിലെ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമനുസരിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറുകൾ കുടലിലെ ബാക്ടീരിയകളുടെ ഘടന മാറ്റുകയും ഗ്ലൂക്കോസ് ഇൻടോളറൻസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് ഷുഗർ കഴിച്ചില്ലെങ്കിലും ശരീരം ഷുഗറിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. സെൽ മെറ്റബോളിസം 2017 പഠനമനുസരിച്ച് സൂക്രാലോസ് കുടലിലെ ബാക്ടീരിയകളുടെ വൈവിധ്യം കുറയ്ക്കുന്നു. നല്ല ബാക്ടീരിയകൾ കുറയുമ്പോൾ ദഹനം പതുക്കെയാകുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ ഒരു മനോഹരമായ കാടായി സങ്കല്പിക്കുക. നല്ല ബാക്ടീരിയകൾ, തഴച്ചു വളരുന്ന മരങ്ങൾ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഒരു പ്രത്യേകതരം കീടനാശിനി, പെസ്റ്റിസൈഡ്. ഈ കീടനാശിനി അടിക്കുമ്പോൾ ചില നല്ല മരങ്ങൾ നശിക്കുന്നു, ചിലത് മാത്രം അതിജീവിക്കുന്നു. ഫലം, കാടിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന രാക്ഷസമരങ്ങൾ കൂടുതൽ വളരുന്നു. നിങ്ങളൊരു സീറോ ഷുഗർ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നാവിലെ മധുരം തലച്ചോറിനൊരു സിഗ്നൽ നൽകും. ഇതാ, ഗ്ലൂക്കോസ് വരുന്നുണ്ട്. പക്ഷെ ഗ്ലൂക്കോസ് എത്തുന്നില്ല. ഈ മിസ്മാച്ച് കാരണം തലച്ചോറും കുടലും തമ്മിലുള്ള ആശയവിനിമയം താളം തെറ്റുന്നു. വിശപ്പിന്റെ ഹോർമോണായ ഗ്രലിൻ കൂടുന്നു. അതുകൊണ്ടാണ് ഡയറ്റ് സോഡ കുടിച്ചാലും ഒരു തൃപ്തി വരാത്തതും വീണ്ടും എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നതും. സ്വീറ്റ് അഡിക്ഷൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം? സീറോ ഷുഗർ ഡ്രിങ്ക്സ് പഞ്ചസാരയേക്കാൾ മോശമാണോ? അല്ല. പക്ഷേ അതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണോ? ഒരിക്കലുമല്ല. പഞ്ചസാര പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ഒരു ട്രാൻസിഷൻ ടൂൾ മാത്രമായി ഇതിനെ കാണുക. വല്ലപ്പോഴും ഒരു കല്യാണമോ ഒരു പാർട്ടിയോ വരുമ്പോൾ കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതൊരു ഡെയിലി ഹാബിറ്റ് ആകരുത്. യഥാർത്ഥത്തിൽ സീറോ ഇവയാണ്: പച്ചവെള്ളം, നാരങ്ങാവെള്ളം, ഉപ്പിട്ടത്. നിങ്ങളോടൊരു ചോദ്യം. സീറോ ഷുഗർ ഡ്രിങ്കുകൾ സ്ഥിരമായി ഉപയോഗിച്ചതിന് ശേഷം അമിതമായ വിശപ്പോ ഗ്യാസോ അല്ലെങ്കിൽ വെയിറ്റ് കുറയാത്ത അവസ്ഥയോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കണ്ട. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.